ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അഖിൽ സുധീസ് വേൾഡ്, വോയിസ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഒന്നാണ്, സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ വേണം. മറ്റൊന്നുമല്ല, എങ്ങനെയായിരിക്കും ഇത്തവണ വാല്യുവേഷൻ, അതെനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുവരെ നടന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ചോർത്തലോ പ്രവചനമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതുവരെ എങ്ങനെയാണോ നമ്മൾ കണ്ടത്, അതോടൊപ്പം തന്നെ ഇത്തവണ ക്വസ്റ്റ്യൻ പാറ്റേണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം ഇത്തവണത്തെ ഈ ഒരു വാല്യുവേഷൻ പ്രൊസീജിയേഴ്സ് അത് ലിബറൽ ആകുമോ, എങ്ങനെയായിരിക്കുമെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ തരലാണ്. ഇതിനോടകം തന്നെ പല പരീക്ഷകളും കഴിഞ്ഞപ്പോൾ അധ്യാപകർക്ക് തന്നെ ഒരു ധാരണയുണ്ട് ഇനി വരാൻ പോകുന്ന വാല്യുവേഷൻ ക്യാമ്പുകൾ, അതായത് ഓരോ സബ്ജക്ട് ബേസ്ഡ് വാല്യുവേഷൻ ക്യാമ്പുകൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാകണം എന്നുള്ളത്. അപ്പോൾ നേരെ SSLCയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ വാല്യുവേഷൻ ഇല്ല. ഡബിൾ വാല്യുവേഷൻ ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോ ഇൻവിജിലേറ്റർ ക്യാമ്പുകളിലേക്കായിട്ട് വാല്യുവേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഈ മാർക്ക് വൈസ് അല്ലല്ലോ. നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ വാല്യുവേഷൻ പുരോഗമിക്കുക എന്ന് പറയുന്നത്, ഒരു മാർക്ക് റേഞ്ചിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡാണ് പരിഗണിക്കുക. അതായത് 90 മേടിച്ചാലും 99, 100 മേടിച്ചാലും നിങ്ങൾക്ക് A+ ആണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുമ്പോൾ വാല്യൂ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ വാല്യുവേഷനും അപ്രകാരമായിരിക്കും. ഇപ്പോൾ തന്നെ CE മാർക്ക് മുഴുവനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ 70 മാർക്ക് മേടിച്ചാൽ മതി, A+ ആകും. അപ്പോൾ അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യും, ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു 69, 68 മാർക്കൊക്കെ ആണ് എങ്കിൽ അധ്യാപകർ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഒന്നുകൂടി റിവൈസ് ചെയ്യും. എവിടെയെങ്കിലും അരമാർക്ക് അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണ്, ആ ഒരു 68, 69 ഒക്കെ 70ലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് Aക്ക് പകരം A+ ആണ്. അങ്ങനെ ചെയ്യുന്ന വാല്യുവേഷൻ ക്യാമ്പുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഡബിൾ ചെക്ക് ചെയ്ത് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു അധ്യാപകനും നോക്കുമ്പോൾ താൻ പഠിപ്പിച്ച കുട്ടിയായിട്ട് തന്നെയാണ് ഒരു പേപ്പർ നോക്കാൻ പോകുന്നത്. ഒരു മുൻധാരണയും ഇല്ലാതെ തന്നെയാണ് പേപ്പർ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആരുടെയും മാർക്ക് കുറയ്ക്കാനോ അധികമായി മാർക്ക് തരാനോ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ച്. പിന്നെ ചില പരീക്ഷകൾക്ക് അടുപ്പമായി കഴിഞ്ഞാൽ ആ ഒരു ക്യാമ്പിൽ തന്നെ സാധാരണ നിർദ്ദേശം കൊടുക്കാറുണ്ട്, ഇത്തരത്തിൽ ചില ക്വസ്റ്റ്യനുകൾ ടഫായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് തന്നെ മാത്തമാറ്റിക്സ് പരീക്ഷ വളരെയധികം ടഫായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ പരീക്ഷ റദ്ദാക്കുകയും രണ്ടാമത്തെ പരീക്ഷ നടത്തുകയും ചെയ്തു. ആ രണ്ടാമത്തെ പരീക്ഷയിൽ തന്നെ ഔട്ട് ഓഫ് ദ സിലബസ് 2-3 ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ അത് നിർദ്ദേശം കൊടുത്ത് ആ ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരുവിധം എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൊടുത്തു എന്ന് അധ്യാപകൻ തന്നെ എന്നോട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതേ ആനുകൂല്യം ചില പരീക്ഷകൾക്ക്, ചില ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി +2ന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ വാല്യുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു ടീച്ചർ നോക്കി മാർക്ക് ഇട്ടാലും അത് പിന്നീടും ഒന്നുകൂടി, പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത് ഡബിൾ വാല്യുവേഷൻ്റെ കാര്യം വരുമ്പോൾ സയൻസ് വിഷയങ്ങൾക്കാണ്. അത് എല്ലാ വിഷയങ്ങൾക്കുണ്ട്, ഞാൻ പറയുന്നത് സയൻസ് വിഷയങ്ങൾ, ഇപ്പോൾ മാത്തമാറ്റിക്സ് പോലുള്ള വിഷയങ്ങൾക്കാണ് എങ്കിൽ നിങ്ങളുടെ ആ ലെവലിലേക്ക് എത്തിച്ചേർന്ന ആൻസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾ എത്ര എഴുതുന്നു, ഇപ്പോൾ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കൊക്കെ, ഹിസ്റ്ററിക്കൊക്കെ നിങ്ങൾ എത്ര എഴുതുന്നു എന്നത് വലിയൊരു മാറ്ററായി പരിഗണിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന, ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിലുള്ള ഹിൻഡ്, ആൻസർ കീ എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അല്ല. ഇത്ര പോയിന്റ് വന്നോ, അത് ആ പോയിന്റ് വൈസ് നിങ്ങൾ എഴുതിയിരിക്കുന്ന പാരഗ്രാഫിൽ അത് കണ്ടോ. ഇപ്പൊ തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് എങ്കിൽ ഈ ഒരു ക്വാളിറ്റീസ് എല്ലാം ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ വന്നിട്ടുണ്ടോ, കറക്റ്റ് ഇൻട്രഡക്ഷൻ ഉണ്ടോ, ആ ഒരു പാഠഭാഗത്തിലെ മറ്റ് ഇൻസിഡൻസ് സൂചിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെ വ്യക്തമായിട്ടുള്ള ആൻസർ ഹിൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നോക്കുന്നത്. ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാലും ഇത്ര സ്റ്റെപ്പുകൾ ഉണ്ടോ, അത് ഡിറൈവ് ചെയ്ത് ആ സ്റ്റെപ്പ് വന്നിട്ടുണ്ടോ, ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആയിരിക്കും. ഇപ്പോൾ കെമിസ്ട്രി പരീക്ഷയൊക്കെ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യം ടീച്ചർമാർ തരിക തന്നെ ചെയ്യും. ഇത് എൻ്റെ ഒരു പേഴ്സണായിട്ടുള്ള ഒപ്പീനിയനാണ്. അതായത് നിങ്ങളെ ആശ്വസിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ പറയുന്നതല്ല, സാധാരണ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ടഫായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അധ്യാപകർ ഉൾപ്പെടെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും അവർ മാർക്ക് പിടിച്ചിടുന്നു, നിങ്ങളുടെ മാർക്ക്, നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് അതിനെ വരെ എടുത്ത് കളയും എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വളരെ ലിബറൽ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് അവകാശപ്പെട്ട മാർക്ക്, നിങ്ങൾ എഴുതിയിട്ടുള്ള മാർക്ക് ആരും എടുത്തു മാറ്റാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഒരു പ്രത്യേക പരിഗണന കിട്ടും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ആൻസർ ഹിന്ദികളുടെ അടിസ്ഥാനത്തിൽ ഇനിയുള്ള പരീക്ഷകൾക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൈൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുക എന്നുകൂടി ഞാൻ പറയുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.